കുറെ കൊല്ലമായി മക്കളില്ല, ദുആ ചെയ് മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മക്കളില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തിലാ, ദുആ ചെയ് അസ്തഗ്ഫിറുല്ലാഹ് പറ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എല്ലാ അസുഖത്തിനും ഒരു മരുന്നെന്ന് പറയണ പോലെ ഹസൻ ബസ്രി തങ്ങൾ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, മഴയില്ലാത്തതിന് അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലാത്തതിന് അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടം നഷ്ടത്തിലായതിന് അസ്തഗ്ഫിറുല്ലാഹ്. ശിഷ്യൻ ചോദിച്ചു, തങ്ങളെ മൂന്നിനും ഒരേ മരുന്ന് തന്നെയാണ്? മൂന്നിനും ഒരേ മരുന്ന് തന്നെയാണോ? ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ? വെറുതെയല്ല പറഞ്ഞത്. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബിന്റെ അനുഗ്രഹമായ മഴ നിനക്ക് വേണോ? പെങ്ങളെ, മക്കളില്ലേ? വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കരയുന്ന ഉമ്മ, നിനക്ക് മക്കളെ വേണോ പെങ്ങള്? നിനക്ക് മക്കളെ വേണോ പെങ്ങള്? അല്ലാഹുവേ, ഏത് കച്ചവടം ചെയ്താല് തകർന്നു പോകുന്നു ഉസ്താദ്, വലിയ നഷ്ടത്തിലാണ്. നിന്റെ കച്ചവടത്തിന് നിനക്ക് അഭിവൃദ്ധി വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയാ മറന്നു പോകല്ലേ. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തന്നത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. അല്ലാഹുവേ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ കിട്ടുകയാണ്. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. നിനക്ക് സ്വാലിഹായ സന്താനങ്ങളെ കിട്ടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? വാനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിയകും മതാഅൻ ഹസനാ. അല്ലാഹുവല്ലേ പറഞ്ഞത് നല്ല ജീവിതം വേണോ മനുഷ്യ? ഒരു സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, നിന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ പട്ടിണിയില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ചെറുക്കളിയുടെ പരിസരത്ത് നിനക്ക് ജീവിക്കാൻ മോഹമുണ്ടോ? അല്ലാഹു പറഞ്ഞത്, ഏത് മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു മതാഅൻ ഹസനാ, അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരികയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എല്ലാവരുടെ ആഗ്രഹമാണല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ 20,000 മലക്കുകളുടെ നേതൃത്വത്തിൽ നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗത്ത് പടച്ചവനെ, കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ചു തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ കൊതിക്കാത്ത മുസ്ലിമുണ്ടോ? ഈമാനുള്ള ഹൃദയത്തിൽ ഒരു കടുകുമണികളുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ അഭിലാഷമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയാ മനസ്സുള്ളവര്, അസ്തഗ്ഫിറുല്ലാഹ് പറയാ മനസ്സുള്ളവര് വെക്കാൻ പറഞ്ഞപ്പോ ഈ സദസ്സിലിരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു താ അല്ലാഹ് പറയാ മനസ്സില്ലാത്ത വാപ്പാ, കൈപൊക്കാൻ മനസ്സില്ലാത്ത വാപ്പാ, അതിന് തയ്യാറില്ലാത്ത വാപ്പാ, അഹങ്കാരത്തോടെ ഇരുന്ന ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ മടിച്ചവളെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. നിനക്ക് നഷ്ടപ്പെടുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇലാ അജലിൻ മുസമ്മാ,
പ്രിയമുള്ളവരെ, അല്ലാഹു നിന്റെ ആയുസ് ഇങ്ങനെ നീട്ടിത്തരികയാണ്. ഒരു നല്ല മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുന്ന ഒരു മനുഷ്യന് പടച്ചുറപ്പ്, അതാ ഒരു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ഈ നാട്ടിലെ എത്രയോ പെണ്ണുങ്ങളുടെ ജനാസ കണ്ടവളാട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാണാവുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തി അതാ വീടിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ ജനാസ കണ്ടില്ലോ. ഇറങ്ങി പോകുമ്പോ നീയല്ലേടി പൊന്നുമോളെ പറഞ്ഞത്? അവരുടെ ചിരി കണ്ടോ? അവരുടെ മുഖത്തെ പ്രകാശം കണ്ടോ? വെള്ളിയാഴ്ച രാവിലെ അല്ലാഹു മരണം കൊടുത്തല്ലോ. ഇവിടെ എന്ത് നല്ലത് ചെയ്തതിന്റെ പേരിലാ, ഇവിടെ നല്ലത് ചെയ്തതിന്റെ പേരിലാ. ഇവിടത്തെ പള്ളിയിൽ എത്രയോ പേര് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറടക്കിയത് നീയല്ലേ വാപ്പാ? നിനക്കും മോഹമില്ലേ? നിനക്കും കൊതിയില്ലേ? മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.